കാറ്റത്തെ കിളിക്കൊള്ളി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ സുധീഷാണെങ്കിൽ ഹരീഷിന്റെ വർക്ക്ഷോപ്പിൽ ഒരു ബൈക്കിന്റെ മുകളിൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. നമ്മള് നിധിയാണെങ്കിൽ താലിമാല ഒരു കൈ കൊടുത്ത കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുക. എന്നിട്ട് നമ്മളെ നിധി പറയുന്നുണ്ട്, കഴുത്തിൽ വെറുതെ കിടക്കുന്ന ഒരു ചെയിനെന്നേ ഞാൻ ഇത്രയും നാളെ വിചാരിച്ചുള്ളൂ, ഇതിൽ ഇത്രയ്ക്കും ഒരു ഭാരം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിധി പറയുന്നത്, എന്നാൽ എനിക്കിത് വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഊരി കൊടുത്തില്ലേ. അപ്പൊ അതൊക്കെ നമ്മളെ സുധീഷാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ നമ്മളെ സുധീഷിനെ എങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളെ കിട്ടുകയും ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി സുധീഷേട്ടാ, എന്തോ കഴിഞ്ഞു പോയെന്നാ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ചന്തവും പറയുന്നത്, ഞാനും അതാ കുറെ നേരം കൊണ്ട് ആലോചിക്കുന്നത്, എന്താ പറ്റി സുധീഷേട്ടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ സുധീഷ് പറയുന്നുണ്ട്, പോയടാ എല്ലാം പോയി ഊരി കൈ തന്നെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളെ ചിറ്റയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്ത് ഊരി കൈ തന്നെന്നാ താലി ഊരി കൈ തന്നെന്നൊക്കെ ഇങ്ങനെ നമ്മളെ സുധീഷ് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആരാന്ന് വെക്കുമ്പോൾ ആരും എന്റെ ഭാര്യ, പിന്നെ അല്ലാതെ ആരാന്നൊക്കെ നമ്മളെ സുധീഷും പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ ചിറ്റ ആണെങ്കിൽ ഹരീഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ഹരീഷേട്ടാ ഈ പറയുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കാണെങ്കിൽ പറയുന്നത്, അയാൾക്ക് വട്ടാടാ, നിങ്ങളെ കാര്യം നോക്കും, നീക്ക് നിന്റെ ജോലി നോക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ സുധീഷാണെങ്കിൽ ദേഷ്യത്തിട്ട് പറയുന്നത്, വട്ട എനിക്കല്ലടാ നിന്റെ ഏട്ടത്തിക്കാന്നൊക്കെ നമ്മളെ സുധീഷും പറയുന്നുണ്ട്. ചിറ്റയും ചന്തൊക്കെ പറയുന്നുണ്ടോ, അതൊന്നും വലിയ കാര്യമാക്കി എടുക്കേണ്ട സുധീഷേട്ടാ, ഇപ്പോഴത്തെ കാലത്തൊന്നും അങ്ങനെ താലിയൊന്നും ആരും വലുതായിട്ടൊന്നും അങ്ങനെ ഇടത്തൊന്നും ഇല്ല. എന്റെ അമ്മ പോലും എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യത്തിനൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ താലിയും മാലയൊക്കെ ഇടത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സീരിയലുകാരൊക്കെ ആണെങ്കിലും അതൊരു സെന്റിമെന്റ്സിന് വേണ്ടിയൊക്കെയാ ഇടുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ സുധീഷിനാണെങ്കിൽ ഒരു സമാധാനമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ഹരീഷ് പറയുന്നുണ്ട്, അത് ഏട്ടത്തി മനഃപൂർവ്വം ഊരി കൊടുത്തതൊന്നുമല്ല, ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഒരു ദേഷ്യത്തിൽ ഏട്ടത്തി ഊരി കൊടുത്തതാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ സുധീഷിനാണെങ്കിൽ അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ സുധീഷ് പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഹരീഷ് പറയും, അതാ നല്ലതെന്നൊക്കെ പറയുന്നത്. നമ്മളെ ഹരീഷ് പറയുന്നുണ്ട്, അങ്ങനെ ഞങ്ങളെ ജോലി അങ്ങനെ നടക്കുമല്ലോ എന്നൊക്കെ പറയുന്നിട്ട് നമ്മളെ സുധീഷ് ആണെങ്കിൽ അവിടുന്ന് പോയി ഒരു ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മളെ നിധിയുടെ ഓഫീസിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് ആട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നിധി കുറേ നേരം നമ്മളെ സുധീഷ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെ നിധി വരുന്നുണ്ട്. അപ്പം നിധിയെ കാണുമ്പം കാണാത്ത രീതിയിൽ ഇങ്ങനെ മാറിയിട്ട് ഇങ്ങനെ തിരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പിന്നെ നമ്മളെ നിധി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക്, ആ നിധി, ഇത് നിധിയുടെ ഓഫീസിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് അല്ലേ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നത്, അപ്പം അവനെ വിളിച്ചപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആവുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് ഞാൻ നിധിയെ കണ്ടേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നിധി പറയുന്നുണ്ട്, എന്നാ ഫ്രീ ആണെങ്കിൽ ഒന്ന് വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുധി പറയുന്നത്, ആ ശരി ഞാൻ വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇവിടെ വേണ്ട, കുറച്ച് അങ്ങോട്ട് മാറി നിന്ന് നമുക്ക് സംസാരിക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരൊരു കൂൾ ബാറിൽ പോയി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ സുധീഷ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ, ഇനിയിപ്പോൾ താലിമാല ഊരി തിരിച്ച് തന്നതിൻ്റെ എന്തായാലും സോറി ഒക്കെ പറയാനായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നമ്മളെ സുധീഷ്. നമ്മളെ സുധീഷ് ആണെങ്കിൽ നിധി അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ നിധി, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ പറയാത്തെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നിധി പറയുന്നുണ്ട്, അതെനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, അന്ന് ഡിവോഴ്സ് വേണ്ടെന്ന് വെച്ചല്ലേ എന്ന് വെക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, അത് ഐ ഡി കാർഡ് ഇല്ലാത്തതുകൊണ്ടല്ലേ, ഇപ്പോൾ ഐ ഡി കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു കല്യാണത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ ഒരു ബൊമ്മ കല്യാണം നമ്മൾ നടത്തിയത്. ഇപ്പോൾ അതും കാരണം നമുക്ക് രണ്ടുപേർക്കും ഫ്രീ ആവാൻ പറ്റുന്നില്ല. അപ്പം ആ ഒരു ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനും സുധീഷും ഫ്രീ ആവുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു തരത്തിലും സുധീഷിൻ്റെ അടുത്ത് ഒരു സ്നേഹമോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നുന്നതുമില്ല. സുധീഷിനും അത് കണക്ക് തിരിച്ചൊരു സ്നേഹവും എൻ്റെ അടുത്ത് ഇല്ലെന്നൊക്കെ ഇങ്ങനെ നമ്മളെ നിധി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മളെ സുധീഷിനാണെങ്കിൽ നല്ല സങ്കടം ആവുന്നുണ്ട്. അങ്ങനെ നമ്മളെ സുധീഷ് പറയുന്നുണ്ട്, ആ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സുധീഷ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എന്താ നിനക്ക് മനസ്സിലാവാത്തതെന്നൊക്കെ നമ്മളെ സുധീഷ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവർ വീട്ടിലോട്ട് പോകുന്നുണ്ട്. വീട്ടിൽ പോകുന്ന സമയത്ത് നമ്മളെ സുധീഷ് ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് ഡള്ളായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സുഭാഷ് ചേട്ടൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി, വീണ്ടും എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടായോ, നിനക്ക് എന്താ ഒരു വിഷമം പോലെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ സുഭാഷ് ചേട്ടനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്. സുധീഷ് പറയുന്നുണ്ട്, ഒന്നുമില്ല സുഭാഷ് ചേട്ടൻ, ഒരു തലവേദന എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ സുഭാഷ് ചോദിക്കുന്നുണ്ടെന്നാ കോഫി എടുക്കട്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സുധീഷ് പറയുന്നത് വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ നിധിയാണെങ്കിൽ വന്നിട്ട് നമ്മളെ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, സുഭാഷ് ഓഫീസിൽ നിന്നാണെങ്കിൽ മാനേജർ അവരൊക്കെ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ എന്ന് ചോദിക്കുന്നു പറയുമ്പോൾ നമ്മൾ സുഭാഷ് പറയുന്നത്, അതിനെന്താ വന്നോട്ടെ മോളെ എന്ന് പറയുമ്പോൾ നമ്മളെ ഹരീഷ് പറയുന്നുണ്ട്, അയ്യോ ഇങ്ങോട്ടോ, ഈ വീടിന്റെ അവസ്ഥ എന്നൊക്കെ പറയുമ്പം നമ്മളെ നിധി പറയുന്നുണ്ട്, അല്ല അവരെന്തോ ഒരു 100 വർഷം പഴക്കമുള്ള ഒരു വീടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കി എന്തോ റിസർച്ച് ചെയ്ത് എന്തോ റിപ്പോർട്ട് തയ്യാറാക്കാനാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ആണെങ്കിൽ നമ്മളെ സുധീഷ് ആണെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്താണെങ്കിലും ആകെ ഒരു സങ്കടപ്പെട്ട ടെൻഷനിലൊക്കെ കിടക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മളെ നികേഷും ഹരീഷും ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയേട്ടാന്ന് ചോദിക്കുമ്പോൾ നമ്മളെ സുധീഷ് പറയുന്നുണ്ട്, ഒന്നുമില്ല നിങ്ങളൊക്കെ കിടക്കാൻ നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ സുധീഷ് ആണെങ്കിലും നമ്മളെ സുഭാഷിന്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് നിധി ഡിവോഴ്സ് ചോദിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ സുധീഷ് ആണെങ്കിൽ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, ഞാൻ അവളെ ഇത്രയും സ്നേഹിക്കുന്നത് എന്ത് സുഭാഷേട്ടൻ അവൾക്ക് മനസ്സിലാവാത്ത, എന്തായാലും ഞാൻ അവളെ വിടാനൊന്നും പോകുന്നില്ല, എന്നെ കണക്ക് അവളെ സ്നേഹിക്കാൻ വേറെ ആർക്കും കഴിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്.
ഒരു 6 മാസം കൊണ്ട് ഞാൻ അവളെ കൊണ്ട് പ്രപ്പോസ് ചെയ്യിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നികേഷ് ചോദിക്കുന്നുണ്ട്, അപ്പം ഏട്ടത്തി ഇവിടുന്ന് അപ്പൊ നമ്മള് സുധീഷ് ചോദിക്കുന്നുണ്ട്, ഓഹോ നിനക്കപ്പോ അതാ ടെൻഷൻ, അല്ലാതെ എന്റെ കാര്യം ഓർത്തിട്ട് നിനക്കൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ സുഭാഷ് പറയുന്നുണ്ട്, അതല്ലാതെ അവൻ പറഞ്ഞതാ, നിങ്ങള് ഇവിടെ നിന്നാലേ നിങ്ങൾ അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂന്നൊക്കെ അവൻ പറഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ സുഭാഷ് ചോദിക്കുന്നുണ്ട്, ഒരു 6 മാസം കൊണ്ട് പ്രപ്പോസ് ചെയ്യിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കോൺഫിഡൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മളെ സുധീഷ് ആണെങ്കിൽ തലയാട്ടിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മളെ സുഭാഷ് ചേട്ടനാണെങ്കിലും അവിടെ വീടെല്ലാം തുടച്ച് വൃത്തിയാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ സുഭാഷ് ചേട്ടനാണെങ്കിൽ അവിടെ വീടൊക്കെ തുടച്ചിട്ട് റൂം ഫ്രഷറൊക്കെ എടുത്ത് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ സുധീഷ് ചോദിക്കുന്നത്, അത് നിധിയുടെ റൂമിൽ അടിക്കാനുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ സുഭാഷ് പറയുന്നുണ്ട്, അതേ പക്ഷെ നീ വാങ്ങിച്ചതല്ലല്ലോ, ഞാൻ വാങ്ങിച്ചതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്നാലും സുധീഷ് പറയുന്നത്, എന്നാലും നിധിയുടെ റൂമിൽ അടിക്കാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഹരീഷ് ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നത്, ഇവിടെ എന്താ ഇതിന് വിശേഷം എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ സുധീഷ് പറയുന്നുണ്ട്, അതെ നമ്മളെ സുഭാഷ് ചേട്ടന്റെ എക്സും ഹസ്ബൻഡും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ സുഭാഷ് ചേട്ടൻ പറയും, ഇന്നലെടാ നിധിയുടെ ഓഫീസിൽ നിന്ന് അവരൊക്കെ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഹരീഷ് പറയുന്നു, ഓ അത് ശരിയാണല്ലോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നിധിയും മാനേജർ എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ നിധി ആണെങ്കിൽ സുഭാഷ് ചേട്ടനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ സുധീഷിനെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന സമയത്ത് മാനേജറിന് ഒരു ഫോണൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ഹരീഷും നികേഷ് ആണെങ്കിൽ സുധീഷിനെ കളിയാക്കും കേട്ടോ. സുധീഷ് നാണം കെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സുധീഷിനെ കളിയാക്കിയൊക്കെ ചെയ്യും. അങ്ങനെ പിന്നെ അവർ അകത്ത് കയറി എല്ലാം വീടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നിധിയുടെ കൂടെയുള്ള ഒരു കൂട്ടുകാർ ചോദിക്കും, ഇതൊക്കെ നിധിയുടെ റിലേറ്റീവ് ബ്രദേഴ്സ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട്, അതെ. അങ്ങനെ നമ്മൾ നിധി പറയുന്നുണ്ട്, അതെ സുധീഷ് അടക്കം 4 റിലേറ്റീവ് ബ്രദേഴ്സ് ആന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കിടന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ സുധീഷ് ആണെങ്കിൽ നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട്. അപ്പൊ സുധീഷ് ആണെങ്കിൽ നിധിനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.